ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച ഒരു കാര്യം, നമ്മുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് 1 കോടി രൂപ നമുക്ക് ഉണ്ടാക്കിയാലോ. 1 കോടി രൂപ എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ട് വലിയ സാഹസങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ 1 കോടി രൂപ റിട്ടയർമെൻറ്റ് ഫണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു നല്ല പ്ലാനിനെ പറ്റി പറയുന്നതാണ് ഈ വീഡിയോ. ഇത് ഒരു SIP പ്ലാനാണ്. അപ്പോൾ ഇത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണ് ഈ SIP എന്ന് പറയുന്നത്. മറ്റ് SIPകളിൽ നിന്ന് ഈ SIPക്ക് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മറ്റ് SIPകളിലാണെങ്കിൽ നമുക്ക് അതിലൊരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ടൊരു പദ്ധതി ചേരണം, കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടൊരു പദ്ധതി ചേരണം, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊരു പദ്ധതി ചേരണം, നമ്മളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടൊരു പദ്ധതി ചേരണം. ഇങ്ങനെ ഓരോ പദ്ധതികളും ചേരാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ വരികയും ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഒരു 30,000 തൊട്ട് 50,000 രൂപ വരുമാനമുള്ള ജോലികളാണ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. എന്നുവെച്ചാൽ ഒരു സാധാരണ ജോലികളൊക്കെ, ഈവൻ കൂലിപ്പണിക്ക് പോകുന്നവരിൽ ആളുകളിൽ പോലും നമുക്കൊരു 30,000 രൂപ വരുമാനമില്ലാത്തവർ ഇല്ല. ഒരു 10,000 രൂപ ഭാവിയിൽ വരുന്ന ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറുള്ള ഒരാളുകളാണെങ്കിൽ അവർക്കും കൂടി യോജിക്കുന്നതാണ് ഈ പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയുടെ പേര് SIP എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് കൂടി വരുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പദ്ധതി 90 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ തൊട്ടിട്ട് 60 ദിവസം പ്രായമുള്ള ആളുകൾക്ക് വരെ ഈ പദ്ധതിയിൽ ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പദ്ധതിയിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് 2 തരത്തിലാണ് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന്, നമ്മൾ ഇയർലി പ്രീമിയം അടയ്ക്കുന്നതിൻ്റെ 7 ഇരട്ടി ആയിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാം. അതല്ലെങ്കിൽ നമുക്ക് 10 ഇരട്ടിയായിട്ട് തീരുമാനിക്കാം. അപ്പോൾ മന്ത്ലി ഒരു 15,000 രൂപ അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി എന്ന് പറയുന്നത് 15 ലക്ഷം രൂപ. നമുക്ക് 1.5 ലക്ഷം രൂപ ഇയർലി പ്രീമിയം, അതിൻ്റെ 10 ഇരട്ടി എന്ന് പറയുന്നത് ഏകദേശം 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നമുക്കതിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റ് സിപ്പുകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുന്നതിനുള്ള ഒരു വ്യത്യാസം. രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മറ്റ് പ്ലാനുകളെല്ലാം വിപണിയിലുള്ള ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് അതിലുള്ള തുകകളിൽ വ്യത്യാസം വരുന്നു. ഇവിടെയും വിപണിയിലുള്ള ഉയർച്ച താഴ്ചകൾ ഈ പോളിസിയെയും അഫക്റ്റ് ചെയ്യും എന്നുള്ളത് ശരി തന്നെയാണ്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, 6 വർഷം കൂടുമ്പോൾ നമുക്ക് ഒരു 6% ഗ്യാരണ്ടീഡ് ഇൻട്രസ്റ്റ് ഈ പദ്ധതിയിൽ ചേരുന്നു. 10ാമത്തെ വർഷം ഒരു 10% എമൗണ്ട് ഈ പദ്ധതിയിൽ ഗ്യാരണ്ടീഡ് അഡീഷനായിട്ട് ചേരുന്നു. 15ാമത്തെ വർഷം 15% എമൗണ്ട് ഈ പോളിസിയിൽ ഗ്യാരണ്ടീഡ് അഡീഷനായിട്ട് ചേരുന്നു. 20ാമത്തെ വർഷം 20% എമൗണ്ട് ഗ്യാരണ്ടീഡ് അഡീഷനായിട്ട് ചേരുന്നു. അപ്പോൾ ഒരു ലോങ് ടേം നമ്മളൊരു 20 വർഷത്തെ ഒരു പ്ലാൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം 12% തൊട്ട് നമുക്ക് ഒരു 18-20% വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിലും 12% തൊട്ട് 15% വരെയൊക്കെ നമുക്ക് ഒരു റിട്ടേൺ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പോളിസിയിൽ ഇപ്പോൾ 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം ഒരു 10,000 രൂപ അതല്ലെങ്കിൽ ഒരു 12,000 രൂപ വെച്ച് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30,000 രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യും. ഇവർക്ക് കിട്ടുന്ന 12% ഗ്യാരണ്ടീഡ് റിട്ടേൺ അതിൽ കണക്കാക്കി കഴിഞ്ഞാൽ 1,02 ലക്ഷം രൂപയാണ് ഇവർക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റായിട്ട് കിട്ടുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ, മാർക്കറ്റിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടേമിലാണ് അത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത്. ലോങ് ടേമുള്ള പദ്ധതികളിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ മാർക്കറ്റിൽ ചെറിയ താഴ്ചകൾ ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷങ്ങളിൽ വരുന്ന ഉയർച്ചകൾ കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്.
പിന്നെ മറ്റ് പോളിസികളിൽ നിന്നുള്ള ഒരു വ്യത്യാസം, ഇവിടെ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു തുക പാർഷ്യൽ വിഡ്രോവൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് ഉള്ളത്. പാർഷ്യൽ വിഡ്രോവൽ പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള തുകയിൽ നിന്ന് നമുക്കൊരു നിശ്ചിത തുക നമുക്ക് പാർഷ്യൽ വിഡ്രോവലായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുള്ളത് കൊണ്ട് നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സമയത്ത് നമുക്കൊരു ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു തുക അതിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാം. അവരുടെ മാരേജ് സമയത്ത് നമുക്കൊരു തുക ആവശ്യമുണ്ടെങ്കിൽ ആ തുക നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു ഹോസ്പിറ്റലൈസേഷൻ വന്നു, ആ സമയത്ത് നമുക്ക് ഒരു തുക ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോ സമയങ്ങളിലും പാർഷ്യൽ വിഡ്രോവൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. പിന്നെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ പദ്ധതി ഉണ്ടാവുമോ, ഇത് നമുക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി തരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് യാതൊരു താല്പര്യവും വരാറില്ല. ഏറ്റവും കൂടുതൽ ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയാണ് SIP എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ മറ്റ് SIPകളിൽ നിന്നും ഈ ഒരു SIPക്കുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു. 5 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാം. അതല്ലെങ്കിൽ നമുക്കത് നമ്മുടെ റിട്ടയർമെൻറ്റ് കാലം വരെ നമുക്ക് ഇത് കൊണ്ടുപോകാവുന്നതാണ്. ഇടയിൽ വരുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റു പല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങളുടെ സമയത്തെല്ലാം തന്നെ നമുക്ക് അതിൽ നിന്ന് പാർഷ്യൽ വിഡ്രോവൽ ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ചെയ്യാവുന്നതും അതല്ലെങ്കിൽ പിന്നെ ഇതിൽ വെറും മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല ഈ പോളിസി. ഓരോ 5 വർഷം കൂടുമ്പോഴും നമുക്കതിലൊരു ഗ്യാരണ്ടീഡ് ഇൻട്രസ്റ്റും കൂടെ ചേരുന്നത് കൊണ്ട് നിശ്ചയമായും മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് പദ്ധതികളിൽ നിന്ന് ഒരു തുകയും കൂടെ നമുക്ക് അഡീഷണലായിട്ട് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാം. അപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇതുവരെയും ഒരു പദ്ധതിയും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, ഈവൻ യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കുറച്ച് പ്രായം ചേർന്ന ആളുകളാണെങ്കിൽ പോലും അവർക്കും ഈ പദ്ധതി വളരെയധികം പ്രയോജനകരമാണ്. കാരണം 60 വയസ്സ് വരെയുള്ള ആളുകൾക്കും വേണമെങ്കിൽ ഈ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല പദ്ധതികൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഒരു റിട്ടയർമെൻറ്റോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതികളൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതുവരേക്കും റിട്ടയർമെൻറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ നമ്മൾ ഒട്ടും വൈകിക്കരുത്. കാരണം നമ്മുടെ ജീവിതം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ യാതൊരു ടെൻഷനില്ലാതെ റിട്ടയർമെൻറ്റ് കാലത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ഫണ്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.